എന്നിട്ട് വേണ്ടേ ദോശമാവ് ദോശമാവാ തുണി മറക്കണം എനിക്ക് ഇതറിയോ മട്ടൻ സൂപ്പ് കേട്ടാ. ഹലോ ഫ്രണ്ട്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഞാൻ വിചാരിക്കുന്നു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ എന്ന്. പിന്നെ ഞാൻ ഈ 2 ദിവസം ഓഫാണ്, അപ്പോഴല്ലേ നമുക്ക് വല്ല വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മട്ടൻ ഉണ്ട് അവിടെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മട്ടൻ റെസിപ്പി ആയാലോ. റെസിപ്പി ഒന്നുമില്ല, മറ്റേ പറഞ്ഞാൽ എനിക്കിങ്ങനെ അളവ് പറഞ്ഞ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് തന്നെ, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു മട്ടൻ കറി സ്പെഷ്യലാക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് പോയാലോ? സ്റ്റാർട്ട് ചെയ്യാം. മട്ടൻ അപ്പത്തേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇവിടെ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് മട്ടൻ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതേ അമ്മ അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു വട്ടത്തിലുള്ളൊരു ഉണ്ടയുണ്ടല്ലോ, അത്രയും വെളുത്തുള്ളി എടുത്തിരിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി എടുക്കാമെന്ന് പറഞ്ഞു, അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സവാള, ഇത് സലാഡിലേക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഇതിലധികം നമ്മൾ അങ്ങനെ മറ്റേ ചിക്കൻ കറിയുടെ അത്രയും പോലെ ഒന്നും സവാള ഞാനിടാറില്ല. പിന്നെ വെളുത്തുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തിരിക്കണേ കേട്ടോ. ചുവന്നുള്ളി അധികം സവാള ഒരെണ്ണമൊക്കെ ഇടുന്നതായിരിക്കും ടേസ്റ്റ്. ഇതിപ്പോൾ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ട് പറയണമല്ല. ഞാൻ ഇവിടെ വന്നേ പിന്നെ കുക്കിംഗ് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ചെയ്യാറ്. പിന്നെ നമുക്കത് റൊട്ടീനായാലും ചെയ്യുമ്പോന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഷാൻജിയോൻ്റെ വീഡിയോ ആയിട്ട് കാണാറ്. അതാകുമ്പോൾ വേഗം കഴിയുകയും ചെയ്യും, നമുക്ക് വീണ്ടും കാണാനും കുഴപ്പമില്ല. കണ്ണരിന് എനിക്ക് തീരെ സവാള അരിയാൻ പറ്റില്ല. ഞാനല്ല അരിഞ്ഞ്, അമ്മയാണ് അരിഞ്ഞത്. പക്ഷെ ആരരിഞ്ഞാലും എനിക്ക് ഈ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല. സാധാരണ എല്ലാവരും പറയും അത് അടുക്കളയിൽ കയറാണ്ടാണ്, കയറി കഴിയുമ്പോൾ ഒക്കെ മാറുമെന്നാണ് ഞാൻ കുറേ കേട്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ കണ്ണരിയുമ്പോൾ പണി ചെയ്ത് ശീലമായി കഴിയുമ്പോൾ മാറുന്നു. എനിക്കിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറ്. ഇപ്പം അമ്മ വരുമ്പോൾ അമ്മ ചെയ്യും, കൂട്ടുണ്ട് എന്നല്ലാതെ അതിന് മുന്നൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. പക്ഷേ സവാള അരിഞ്ഞാൽ എനിക്ക് തീരെ പറ്റില്ല. ഇപ്പം നമുക്ക് എല്ലാവരും വീട്ടിൽ പോയിട്ട് അവർ കുക്ക് ചെയ്യുമ്പോൾ അവിടെ നിൽക്കാനായാലും എനിക്ക് പറ്റില്ല. സവാള ഭയങ്കര സീനാക്കി. അപ്പം ചുവന്നുള്ളിയാണ് ഞാനിപ്പോൾ ഈ ആദ്യമായിട്ട് മട്ടൻ കറി വെച്ചപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒക്കെ എല്ലാവരും ചുവന്നുള്ളി തന്നെയാട്ടോ യൂസ് ചെയ്യണേ. അതിൽ സവാള കുറച്ച് അങ്ങനെ. പക്ഷെ നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ മേടിക്കാറില്ല. എന്തെങ്കിലും ഇതേപോലെ സ്പെഷ്യൽ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ചുവന്നുള്ളി തന്നെ ഇടണം എന്ന് എനിക്ക് തോന്നുമ്പോഴോ അല്ലെങ്കിൽ വല്ലത് കൂട്ടാൻ കാച്ചുമ്പോഴോ അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട്. ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മല്ലിയിലയും തക്കാളിയും ഓപ്ഷണലാട്ടാ. ഇടേണ്ടവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് വേണ്ട. താല്പര്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഇടണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? മുടിയൊക്കെ വരി കെട്ടി. പിന്നെ നമുക്കൊന്ന് കിച്ചണൊന്ന് ക്ലീൻ ചെയ്താലോ എന്നും വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വിഷു കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഷിഫ്റ്റ് ഇതൊക്കെ ആയിട്ട് അങ്ങനെ ക്ലീനിങ് നടന്നിട്ടില്ല, കുക്കിംഗ് നടക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതും ഞാൻ വിചാരിച്ചു, അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് കാട്ടിത്തരാം. ഇത് ഞാനിങ്ങനെ തലയിൽ വയ്ക്കും, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാനൊരു വേറെ ലുക്കാവും, എന്നാലും കുഴപ്പമില്ല. വേണമെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കണോണ്ട് ഇത് വെക്കാണ്ടിരിക്കാം, പക്ഷെ ഞാൻ വിചാരിച്ചു വയ്ക്കാം, വെറുതെ എന്തിനാ. ഇത് വേറെ ഒന്നുമില്ല, എനിക്കിപ്പോൾ നല്ലോണം മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ ഇത് വെക്കാറുണ്ട് കുക്ക് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി നോൺ വെജ് ഒക്കെ ഇൻ കേസ് ഞാൻ മറന്നാൽ ചിലപ്പോൾ വെക്കാറില്ല. കുക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഓർമ്മ വരാം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നോൺ വെജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മസാല നമ്മുടെ കൂട്ടുന്നതാണ് ഒരു സ്പെഷ്യൽ സ്മെല്ലാണല്ലോ, ഗരം മസാലയും എല്ലാം കൂടി കൂടുമ്പോൾ. അപ്പോൾ നമ്മുടെ ഹെയറിൽ ആ സ്മെല്ല് നല്ലോണം പിടിക്കും. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല. ഡ്രസ്സും എനിക്ക് നല്ലോണം സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വിൻ്റർ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ജനാലൊന്നും തുറന്നിടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യാറുണ്ട് ആ സ്മെല്ല് ഡ്രസ്സുമ്മേ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ചിലപ്പോൾ മെയിലായിരിക്കും, ഡ്രസ്സ് മാറായിരിക്കും, ഡ്യൂട്ടിക്ക് പോകണം പിറ്റേ ദിവസം എന്നുള്ള രീതിയിൽ. പക്ഷെ ഹെയർ ജസ്റ്റ് ഇങ്ങനെ മണപ്പിക്കുമ്പോൾ തോന്നാറില്ല. പക്ഷെ അവള് ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ അവളിങ്ങനെ ഇത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് വെച്ചപ്പോൾ അവള് പറഞ്ഞതാണ്, നമുക്ക് തോന്നില്ല, പക്ഷെ ഇംഗ്ലീഷുകാർക്ക് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ വേഗം ആ സ്മെല്ല് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി വിഷു അങ്ങനെ ഉണ്ടോ ഇനി, അതേപോലെ ഞാനും ചെയ്തു.
പിന്നെ അത് മാത്രമല്ല ഹെയർ നല്ലോണം കൊഴിയുന്നുണ്ട്. മറ്റേ നമ്മളിപ്പോൾ മുടി ശ്രദ്ധിക്കണം കുക്ക് ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ 1-2 പ്രാവശ്യം അങ്ങനെ മുടി കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഇത് വെച്ചാൽ കുറച്ചും കൂടി സേഫ് ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പം രണ്ടുണ്ട് കാര്യം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നല്ലതാണ് ഇത് വെക്കണത്. ഇത് നമ്മൾ മറ്റേ ശരിക്കും പറഞ്ഞാൽ ഷവറൊക്കെ ചെയ്യുമ്പോൾ വെക്കില്ലേ, ആ ഒരു പാറ്റേണിലുള്ള സാധനം കൂടിയാട്ടാ. ഇങ്ങനത്തെ എല്ലാത്തതും കിട്ടും. ഞാനപ്പോൾ ഇങ്ങനെയാകുമ്പോൾ രണ്ടിനും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒരെണ്ണം കിച്ചണിലും വെച്ചു, ഒരെണ്ണം അവിടെയും വെച്ചു. ഇങ്ങനെയുണ്ട്, ഭംഗിയുണ്ട്. അപ്പോൾ ദേ ഐ ആം റെഡി. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒരു മാറ്റങ്ങളെ എന്താ ചെയ്യുക. അപ്പോൾ നമ്മളതേ മട്ടൻ ദേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുക്കറിലിട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കാൻ പോണ്. ഇതാണ് എൻ്റെ പൊടികളുടെ പാത്രം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ഇത്തിരി മല്ലിപ്പൊടി ഇതാണ് ഇടാൻ പോണത് കേട്ടോ. അപ്പം നമുക്ക് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് കൊടുക്കണത് കേട്ടോ, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ച് ഇടണമല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു 2 വിസിൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. ലാമ്പല്ല, അത് മട്ടനാണ്, അപ്പം അത് മതിയാവും എന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. എന്തെങ്കിലും ചെയ്യണമെന്ന് അവൾക്ക് സാധാരണ ഇഷ്ടമാണ് അല്ലേ? വല്ലപ്പോഴും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിക്കാനോട് ഇടയ്ക്ക്. അതെന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ തുണി മടക്കാൻ പറയും. അതുകൊണ്ട് കിച്ചണിൽ വന്നിട്ട് ചോദിക്കും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ചോദിക്കും. അപ്പം ഞാൻ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് കിച്ചണിൽ ഒരു ഹെൽപ്പും വേണ്ട എന്ന് പറയും. കാരണം അപ്പം നമുക്ക് വേഗം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നീ ഇഞ്ചി ചതച്ചോളാൻ പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടം. അതൊക്കെ ഇരിക്കണമ്മ ചോദിക്കാൻ നീ എന്താണ് കണ്ണുറപ്പിച്ച് നോക്കണ്? നല്ല ഇഷ്ടമാണല്ലോ. ഇനി നീ ചോദിച്ചു വാട്ടാ. പിന്നെന്താ ഇഷ്ടം നീ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞ തുണി മടക്കാൻ പറയാ. തുണി മടക്കണേലും അവൾക്ക് ഇഷ്ടം ഇതും. അത് മടക്കാണ്ടിരിക്കാനുള്ളൊരു എന്താ ഷോർട്ട് കട്ട്. ബെറ്റർ ഓപ്ഷൻ ഇതാന്നുള്ള രീതിയിൽ. അപ്പൊ എന്തെങ്കിലും എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞ അവൾക്ക് തുണി മടക്കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് ക്യാമറ പിടിച്ചു തരാൻ പറഞ്ഞട്ടാ. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു എന്തായാലും ഇവിടെ നിക്കല്ലേ. അപ്പൊ അവൾക്ക് എളുപ്പത്തിന് ഞാൻ കൊടുത്തത് മല്ലിയില അരിഞ്ഞോളെ. തുണി മടക്കണം എനിക്ക് ഇത് അരിയണോ? വെറുതെ വിസിൽ വരാറായി ചെറുതായിട്ട്. എന്താ നീ എന്നോട് എന്നിട്ട് ചേച്ചേ ഞാൻ അവളെ കൊണ്ട് പട്ടി പണിപ്പിക്കാന്ന് വിസിലടിച്ചു. അങ്ങനെയല്ല, എന്താന്നറിയോ തുണി മടക്കാൻ പറയണ എന്റെ കാര്യം. ഒന്നും പഠിക്കാനില്ല ഇവിടെ. ഹോംവർക്ക് ഉണ്ടോ? ഇല്ല. സ്കൂൾ വിട്ട് വന്നിട്ട് ബുക്ക് വായിക്കണോ? വേണ്ട. എഴുതണോ? വേണ്ട. ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വരാ, ബാഗ് അവിടെ വെക്കാം, രാവിലെ ആകുമ്പോൾ ബാഗ് എടുക്കാൻ പോവാ, ഫുൾ ടൈം ടിവിയുടെ മുന്നിൽ ഇരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആക്കണല്ലേ കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ടാണ് അല്ലേ. പഠിക്കാനുണ്ടോ എന്തെങ്കിലും? ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒന്ന് ചൂടാക്കണം കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ് ചൂടാക്കണത്. അത് വേറെ ഒന്നിനല്ല, കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആക്കുമ്പോൾ ടേസ്റ്റ് കൂടുമെന്ന് പറയണേ. എനിക്കതിൽ വലിയ ഒപ്പീനിയൻ ഒന്നുമില്ല. ടേസ്റ്റ് കൂടും എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം വെച്ചാൽ ചില സമയത്ത് ഇപ്പം ഇങ്ങനെ ആക്കിയില്ലെങ്കിലും നല്ല കുഴപ്പമുണ്ടാവാറില്ല. ചിലപ്പോൾ ആക്കിയാലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല. കളറിന് ചെറിയ വ്യത്യാസം തോന്നാറുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കുമ്പോൾ വറക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുമല്ലോ, കറുപ്പ് എന്നുള്ള രീതിക്ക്. അപ്പം അത് കറിക്ക് ഇത്തിരി കളറ് വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം. അത് ഞാൻ പോർക്കും മട്ടനൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ചിക്കനൊക്കെ നോർമലി നമ്മൾ അതിലേക്ക് തന്നെ അങ്ങനെ ഇട്ട് സവാളയുടെ ഒപ്പം വഴറ്റ ചെയ്യാറുണ്ട്. 2 സവാള ഇട്ടിട്ടുണ്ട്. ബാക്കി 3 നമ്മൾ അരിഞ്ഞത് കുറച്ച് സലാഡിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഫൈനലി ഞാൻ തക്കാളി ഇടാമെന്ന് തീരുമാനിച്ചു. 2 കുഞ്ഞി തക്കാളിയായിട്ട് എടുത്തിരിക്കണേ. ഓക്കെ, മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നെയ്യ്, കുറച്ച് നെയ്യുണ്ട്. ലാസ്റ്റ് പ്രാവശ്യം ഇതിലൂടെ നല്ലോണം നെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആയിക്കൊണ്ടിരിക്കുന്നു. മതി അവിടെ സവാള അരിയുന്നു, തിന്നുന്നു. തക്കാളി അരിയുന്നു, തിന്നുന്നു. നമ്മുടെ കിച്ചണിൽ നിന്ന് ഫുള്ള് ഇങ്ങനെ കുളമൊക്കെ എടുക്കുന്നു. നമുക്കിതൊന്ന് നീറ്റാക്കണം. നിറയെ പാത്രങ്ങൾ ഒതുക്കി വെക്കണം എന്നുള്ളൂ. മട്ടൻ സൂപ്പ് കേട്ടാ. എല്ലാ പ്രാവശ്യവും വെക്കുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കും. ആ ചൂട്ടോടെ കഴിക്കുമ്പോൾ ഒരു ഇഷ്ടം അത്ര. എന്തൊരു ശിവ കഴിക്കണേ? എന്ത് സൂപ്പാ? മട്ടൻ. നമ്മുടെ മട്ടൻ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മട്ടൻ റെഡി. നമ്മളിപ്പോൾ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങോട്ട് കയറ്റാം. ഹലോ 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 ഹലോ. നമുക്കപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ലാബിൻ്റെ ആ സെക്ഷനൊക്കെ ഞാൻ തുടച്ചു. ഇനി പാത്രം കഴുകിയിട്ട് നമുക്കതൊക്കെ കയറ്റിയിട്ട് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്ലാനിങ് കൂടി ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഞാൻ കാര്യം. ഓക്കെ, അത് നമുക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകിയിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ഇത് 2 ബോറടിക്കൂലേ. അല്ലേ സ്പൈഡർമാൻ. അല്ല ശിവ കഴിഞ്ഞു. കിച്ചൺ ക്ലീൻ സെറ്റായി. ഓക്കെ, അതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മറ്റേ കൊറ്റൻ ഓർമ്മയുണ്ടോ? വെളിച്ചെണ്ണയുടെ കൊറ്റൻ എടുത്തിട്ടില്ല ഇതുവരെ. പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിവിടെ സ്പേസ് ഇല്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രേ ഉള്ളൂ നമ്മുടെ കിച്ചൺ. ഇത്രേ ഉള്ള കിച്ചൺ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാം ഒതുക്കണം. പിന്നെ ഇതിവിടെ വാഷിംഗ് മെഷീനാണ്. ഈ കുഞ്ഞു ഷെൽഫുകളും അതും ഇവിടെ മറ്റേ ഓവനാണ് കണ്ടോ. അപ്പോൾ ഈ ഒരു ഷെൽഫും ഉള്ളൂ. ഇതൊരു ചെറിയ ഫ്രിഡ്ജാണ്, പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യണില്ല. ഇത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യണം കണ്ടോ. അപ്പോൾ ദേ നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ട്. കിച്ചൺ പരിപാടി കഴിഞ്ഞു. ഇത് ഞാൻ കത്തിച്ച് വെക്കണത് ഈ സ്മെല്ല് വരാനാണ്. ഇറച്ചിയുടെ സ്മെല്ലൊക്കെ പോകും. ഇവിടെ നമ്മൾ എപ്പോഴും വിൻഡോ ഒന്നും തുറന്നിടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്മെല്ല് നിൽക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ മട്ടൻ ഉണ്ടാക്കിയാലേ പത്തിരി ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 3 മറ്റേ പത്തിരിയുടെ അച്ചലുള്ള അതിനെന്താ പറയുക, അത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നല്ല വെയിറ്റ് ഉള്ളതാണ്. നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലതാണോ എന്നൊന്നും അറിയില്ല. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പൂതിക്ക് വാങ്ങിച്ചതാണ്. അപ്പം അതുണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ അത് ഇടയും. ഓക്കെ, നമ്മുടെ മട്ടൻ കറി അവരൊക്കെ കഴിച്ചു. ഇനി ഞാനുണ്ട് ഫുഡ് കഴിക്കാൻ. ഓക്കെ, മുട്ടാണ്ട് എടുക്കട്ടോ, മുട്ടാണ്ട് എടുക്കേ, അല്ലെങ്കിൽ നേരത്തെ പോലെ അത്ര ഞാൻ ഇതങ്ങടെ അമർത്തിയത് കണ്ടാ. ശക്തി ഒന്നും അത്ര എടുക്കണ്ട. ഇങ്ങനെയാണ് ഞങ്ങൾ പണ്ട് പത്തിരി വരത്തുന്നത്. ഒരു കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ, അടുത്തതാവുമ്പോൾ എടുക്കാം. കാരണം ഇനി ചിലപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോഴായിരിക്കും ഒട്ടണേ. ഓക്കെ, അപ്പം പാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, സെറ്റ്. അമ്മ കള്ളിയ എന്തേ കുറുമ്പിയ
വായ is not teacher is for അമ്മ കുറുമ്പി me. കള്ളി Just a ദോശമാവ് ദോശമാവാ പത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ പത്തിരി പത്തിച്ചി അല്ല പത്തിരി പത്തിരി ഗുഡ് ബോയ് വേണ്ട പത്തിരില്ല പത്തിരി ആ ഓപ്പൺ ചെയ്യ ഇപ്പുറത്തേക്ക് വന്നു പത്തിരി പത്തിരി പുറത്തേക്കായി കൊണ്ട് കിട്ടിയ താപ്പിന് വെച്ചതുകൊണ്ട് ഓപ്പൺ യു ഡൺ ഇറ്റ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു മട്ടൻ പ്ലസ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു കിച്ചണിലൊരു ബഹളമയം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറേയൊക്കെ വിട്ടുപോയി. നമ്മൾ ആ മസാല സെറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് മിക്സ് ചെയ്യണത് വേവിച്ച് വെച്ചത് മിക്സ് ചെയ്യണത് ഇത് രണ്ടും ഞാൻ മിസ് ചെയ്ത് പോയി എടുക്കാൻ. കാരണം വെച്ചാൽ എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി കുക്ക് ചെയ്യണ പോലെ തന്നെ അതങ്ങോട്ട് മിക്സ് ചെയ്തു. പിന്നെയാണ് എനിക്ക് ഓർമ്മ അയ്യോ ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നല്ലോ അത് ആഡ് ചെയ്യണമല്ലോ എന്ന്. അപ്പം നെക്സ്റ്റ് ടൈം ഈ മിസ്റ്റേക്കുകളൊക്കെ മാറ്റുന്നതാണ്. പിന്നെ ഞാൻ അളവൊന്നും പറയാഞ്ഞത് സത്യത്തിൽ എനിക്ക് അങ്ങനെ അളവൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഇടുന്നതാണ്. ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. അപ്പം നമ്മുടെ പത്തിരി മട്ടൻ കറി നാളികേരപ്പാൽ ഓക്കെ ആ ഓക്കെ ഓക്കെ. ഹലോ അപ്പൊ ഇതേ ഇന്നത്തെ വീഡിയോ ഇവിടെ Hello, Abadi. ഹലോ Hello, ആ Abadi. എവരിബഡി ഓക്കെ. ഹലോ എവരിബഡി. Hello, Abadi. ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ദേ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടായാ എന്ന് വെച്ച വീഡിയോ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ. Bye bye.